നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചിലപ്പോ ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ആ തൊഴുതോളൂ, ഞാൻ പൂജ കഴിഞ്ഞിട്ട് പ്രസാദം എടുത്തുതരാം. മാലിനി പുറത്തു പോയെന്ന് അന്വേഷിക്കേ. ഞാൻ ഇവിടെ ആരുടെങ്കിലൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. ഈ ആൽബത്തിൽ ഒരു കുറവുമില്ല. പിന്നെ നീ ഏത് ഫോട്ടോയുടെ കാര്യമായി പറയുന്നേ? അല്ല മുത്തശ്ശി, വരുൺ ഇത്ര സീരിയസ് ആയിട്ടൊരു കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. നീ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കൽപ്പന. എടാ മോനെ, ഇത് നീ ഒരു കവലയിൽ നിന്നല്ല ചെയ്യുന്നത്. ഈ കുടുംബത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് നിന്റെ അമ്മയെയും എന്നെയും ഒക്കെ കാവൽ നിർത്തിക്കൊണ്ട്. ഇത്രയും നാള് നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുവാടാ നീ. നിനക്കൊരു സംശയം മാത്രം വിളിച്ചു പറഞ്ഞാ മതി. ഈ നേരം വരെ നമ്മുടെ മുമ്പിലൊക്കെ മുരുകി നിൽക്കുന്നത് ഈ പെൺകുട്ടിയാ. ഇവളോട് നിനക്കിനി എന്താ പറയാനുള്ളത്? പറ. ഏതായാലും ഈ ലോകത്ത് എങ്ങും നടക്കാത്ത വിചിത്രമായ കാര്യങ്ങളാ ഈ കണിമംഗലത്ത് നടക്കുന്നത്. എന്തായാലും ഈ കല്യാണം ആരും മറക്കില്ല. മോളെ, ഞാൻ തെറ്റെയ്ത എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ അമ്മ. പക്ഷെ എന്നോട് എന്തിനെങ്ങനെ പെരുമാറുന്നത്? പോട്ടെ മോളെ, അവന്റെ മനസ്സിനെന്തോ പറ്റിയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ചുറ്റുമുള്ളവര് പലരും ശത്രുക്കളാ. എന്റെ മോന്റെ മനസ്സ് മാറാൻ അവര് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന്. മുത്തശ്ശി, കണ്ട നിമിഷം മുതൽ ദൈവത്തിന്റെ സ്ഥാനത്ത് മുത്തശ്ശി ഞാൻ കാണുന്ന. ഞാൻ കാരണം മുത്തശ്ശി വരുണിനെ വെറുക്കരുത്. വരുണിന് ഒരിക്കലും എന്നെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് ഇറങ്ങിപ്പോവാൻ മുത്തശ്ശി പറഞ്ഞാൽ മതി. അങ്ങനൊന്നും പറയില്ലേ മോളെ. എന്തോ ഒരു കഷ്ടകാലം നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതുകൊണ്ട് സംഭവിക്കുന്നതാ. എല്ലാം നീ അങ്ങ് മറന്നു കളഞ്ഞേക്ക. ഈ കണിമംഗലത്തിന്റെ സ്വത്താ. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ.
മാഡം, വിനയ മാഡത്തിന്റെ ഷൂട്ടിംഗ് ഇവിടെയാണെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ. നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ ഷൂട്ടുണ്ടായിരുന്നല്ലോ. വിനയപ്രസാദിനെ കുറിച്ചോ കൂടെയുള്ള കുട്ടിയെക്കുറിച്ചോ ഇവിടെയുള്ള ആർക്കെങ്കിലും അറിയുമെന്ന് നോക്കാം. ഉം. വാ. നമസ്കാരം തിരുമേനി. നമസ്കാരം. നമസ്കാരം. ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരികയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ദൂരദിക്കിലുള്ള ഒരുപാട് പേര് കേട്ടറിവ് വെച്ച് നിത്യേന വരുന്നുണ്ട്, തൊഴുത് മടങ്ങുന്നുണ്ട്. തിരുമേനി, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നില്ലേ? ഓ, അവര് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോ? ഇല്ല, ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്ന് അവര് പറഞ്ഞു. ഇവിടെ അടുത്ത് എവിടെയോ തന്നെ അവരുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. എവിടെയാണെന്ന് തിരുമേനിക്ക് അറിയാവോ? ക്ഷമിക്കണം, അത്ര താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാറില്ല. ഇവിടെ ഷൂട്ടിങ്ങിന് വന്നപ്പോ വിനയപ്രസാദ് എന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ അവരുടെ അനിയത്തി ഉണ്ടായിരുന്നോ? ചിലപ്പോ ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ആ, തൊഴുതോളൂ. ഞാൻ പൂജ കഴിഞ്ഞിട്ട് പ്രസാദം എടുത്തുതരാം. ആ. മാലിനി, പുറത്തു പോയെന്ന് അന്വേഷിക്കേ. ഞാൻ ഇവിടെ ആരുടെങ്കിലൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. തിരുമേനി, കഴിഞ്ഞ ദിവസം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോ താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ? അന്ന് ഇവിടെ ആർട്ടിസ്റ്റ് വിനയപ്രസാദിന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? ആ കുട്ടിയെ അറിയൂ? ഷൂട്ടിങ്ങിന് വന്നവരില് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ആ നടനെ നടിയെ അറിയാം, ബാക്കി ഉണ്ടായിരുന്നവരെ അത്ര പരിചയം കിട്ടിയില്ല. അന്നിവിടെ വിനയപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഗായിക ശ്യാമ വാസുദേവന് ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് കൊടുത്തിരുന്നു. അന്ന് കാണാൻ പറ്റിയില്ല. അത് ആരാണെന്ന് അറിഞ്ഞ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ ഇപ്പൊ വന്നത്. അതിപ്പോ ആരാന്നൊരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.